രാജേന്ദ്രയും സച്ചിൻ MLA ഉൾപ്പെടെ ഈ 6 പ്രതികൾക്ക് എതിരായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മൊഴിയായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ആ സമയത്ത് ഇവരും കൂടെ അവിടെ വേണമെന്നാണ്. കോടതി വിളിപ്പിക്കും. ഇപ്പം മേയറും ഒന്നും അല്ലല്ലോ, MLA ആയിരിക്കാം, പക്ഷെ മേയർ അല്ലല്ലോ. അപ്പോൾ വിളിപ്പിക്കാതെ പിന്നെ സാധാരണപ്പെട്ടവന് നീതി വേണ്ടേ? നീതി ന്യായം ഈ പാർട്ടിക്ക് പിൻബലമുള്ള ആൾക്കാർക്ക് മാത്രം, പാവപ്പെട്ട ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പിൻബലവും വേണ്ടേ? അപ്പോൾ അതിന് കോടതി തന്നെയാണ് റോൾ മോഡലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത BJP ഇപ്പോൾ ഭരണത്തിലേറാൻ വേണ്ടി പോവുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. താങ്കളെ മേയറുടെ ഡ്രൈവറാക്കുമെന്നുള്ള ഒരു വാർത്തയും അത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. അത് സത്യമാണോ? അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് സത്യമാണോ അല്ലേ എന്നുള്ള ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കറിയാമെന്നുള്ളത്. എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ BJPയുടെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏത് ജോലിയായാലും ഞാൻ ചെയ്യാൻ തൂക്കാൻ പറഞ്ഞ് ഞാൻ തൂപ്പിനും പോകാൻ തയ്യാറാണ്. ജോലിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഏത് ജോലിക്ക് വിളിച്ചാലും പോകും. അങ്ങനെ എനിക്ക് ഇന്ന ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അവർക്ക് ഡ്രൈവറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമെന്നുള്ള ജോലിയായതുകൊണ്ട് കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ ഡ്രൈവറായിട്ട് അങ്ങനെ എല്ലാവരും പറയുന്നെന്ന് പറഞ്ഞില്ലേ മേയറെ വണ്ടി ഓടിക്കാനെന്ന്. മേയറെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ മേയർ ആവുന്നതിന് മുമ്പ് അവരൊരു ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ അവരെ കൂടെ നേരത്തെ ജോലി ചെയ്ത എത്രയോ ഡ്രൈവർമാർ കാണും. അപ്പോൾ അവർക്ക് കൊടുക്കാതെ എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇത് തരണത് അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് പറയില്ല, വിളിച്ച് തരണമെങ്കിൽ വാങ്ങിക്കും. അല്ലാതെ ഒരുത്തൻ്റെ കഞ്ഞിമുടി മുട്ടിച്ച് എനിക്ക് ജോലി വേണ്ട.